അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആസിഡ് എന്താണ്, ബേസ് എന്താണെന്നൊക്കെ ചർച്ച ചെയ്തു അല്ലേ. അതിൻ്റെ ബേസിക് കോൺസെപ്റ്റുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്തൊക്കെയാണെന്നൊക്കെ ചർച്ച ചെയ്തു. നമുക്ക് ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനുള്ളത് ആസിഡിൻ്റെ പ്രോപ്പർട്ടീസുകളാണ്. പ്രോപ്പർട്ടീസുകളായിട്ട് ആസിഡിനെ എണ്ണുന്നുണ്ട്. അതായത് ആസിഡ് തിരിയാനുള്ള, ആസിഡാണോ ബേസാണോ എന്ന് തിരിയിക്കുന്ന ആസിഡിൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസുകളുണ്ട്. അതിൽപ്പെട്ട പ്രോപ്പർട്ടീസാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. അത് 7 എണ്ണമായിട്ടാണ് ഇതിൽ പറയുന്നത്. ഒന്ന് ടേസ്റ്റ് നോക്കിയിട്ട് ആസിഡാണോ ബേസാണോ എന്ന് തരംതിരിക്കുക. രണ്ടാമത് ആക്ഷൻ ഓൺ ഇൻഡിക്കേറ്റർ നമ്മൾ ആസിഡും ബേസിനും തരംതിരിക്കാനുള്ള ഇൻഡിക്കേറ്ററിൻ്റെ ആക്ഷൻ, ഇതിൻ്റെ ഒരു റിസൾട്ട് എന്താണെന്ന് നോക്കിയിട്ട് എന്താക്കുക, ആസിഡിനെയും ബേസിനെയും തരംതിരിക്കുക. മൂന്നാമത് കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, ഇലക്ട്രിസിറ്റി കടത്തി വിടുന്നുണ്ടോ എങ്ങനെയാണ് എന്നുള്ളത് നോക്കിയിട്ട് എന്താക്കുക, ആസിഡും ബേസിനെയും തരംതിരിക്കുക. രണ്ടാമത് റിയാക്ഷൻ ഓഫ് ആസിഡ് വിത്ത് മെറ്റൽ, ആസിഡിൻ്റെ മെറ്റലുമായിട്ടുള്ള റിയാക്ഷൻ. അതേപോലെ തന്നെ റിയാക്ഷൻ വിത്ത് മെറ്റൽ കാർബണേറ്റ് അല്ലെങ്കിൽ റിയാക്ഷൻ വിത്ത് ഹൈഡ്രജൻ കാർബണേറ്റ്. അതേപോലെ തന്നെ കൊറസീവ് നാച്ചർ, അതായത് തുരുമ്പിപ്പിക്കുന്ന ഒരു നിലയിലേക്ക് എത്തിക്കുന്ന കോലത്തിൽ. അതേപോലെ തന്നെ റിയാക്ഷൻ ആസിഡ് വിത്ത് ബേസ്. ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യാനുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം ടേസ്റ്റ് ആണ്. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ആസിഡിനെ ആണോ ബേസ് ആണോ എന്ന് തരംതിരിക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ലെമണിലേക്ക് നോക്കുകയാണെങ്കിൽ അതിലെന്തുണ്ട്, നമ്മൾ ആദ്യം പഠിച്ചു പോയതാണ് സിട്രിക് ആസിഡ് എന്നുള്ള സാധനം ഉണ്ട് എന്നുള്ളത്. അതേപോലെ തന്നെ അൺറിപ്പിഡ് ഫ്രൂട്ട്സ്, അതായത് വളരെ വലുതാവാത്ത അല്ലെങ്കിൽ പഴുത്ത് പാകമാകാത്ത ഫ്രൂട്ട്സിലൊക്കെ എന്തുണ്ട്, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു പുളി ഉണ്ടാകും. ആ ഒരു പുളീൻ്റെ ഒരു രഹസ്യം എന്തെന്ന് വെച്ചാൽ അതിലെന്തുണ്ട്, വീക്ക് ആസിഡ് ഉണ്ട് എന്നാണ് എന്താക്കുന്നത്, അത് അറിയിക്കുന്നത്. അപ്പോൾ ലെമണിൽ എന്തുണ്ട്, സിട്രിക് ആസിഡ് എന്ന് പറയുന്ന ലയനിയുണ്ട്. അതേപോലെ തന്നെ വിനാഗിരിൽ എന്താ ഉള്ളത്, നമ്മൾ പഠിച്ചു പോയതാണ് എത്തനോയിക് ആസിഡ് എന്നുള്ള സാധനം. അതേപോലെ തന്നെ തമരിന്ത് പറഞ്ഞ വേറൊരു ആസിഡിക്, അതായത് പുളിയുള്ള ഒരു സാധനം തന്നെയാണ്. അതിലെന്തുണ്ട്, ടാർട്ടാനിക് ആസിഡ് എന്ന് പറയുന്ന ആസിഡാണ് അതിലെന്താക്കിയെടുക്കുന്നത്, യോജിപ്പിച്ചിട്ടുള്ളത്, അതായത് അതിൽ അടങ്ങിയിട്ടുള്ളത് എന്നർത്ഥം. അതേപോലെ തന്നെ നമുക്ക് ഈ പുളിയുള്ള പാല് കിട്ടുമല്ലോ, അതായത് പാല് പുളിയുള്ള തരത്തിലേക്ക് എത്തിക്കുന്ന ഒരു ആസിഡാണ് ഏത് ആസിഡ്, ലാക്റ്റിക് ആസിഡ് എന്ന് പറയുന്ന സാധനം. അപ്പോൾ ലാക്ടോബസില്ലസ് എന്ന് പറയുന്ന സാധനമാണ് പാലിനെയൊക്കെ എന്താക്കുന്നത്, തൈരാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഒരു ആസിഡ്. അതായത് ലാക്ടോബസില്ലസ് എന്ന് പറയുന്ന ആസിഡാണ് തൈരിനെ അല്ലെങ്കിൽ പാലിനെ തൈരാക്കി, അതിൽ പാലിനെ പുളിയുള്ള തരത്തിലേക്ക് എത്തിക്കുന്ന ഒരു ആസിഡാണ് എന്ത്, ലാക്ടോബസില്ലസ്. രണ്ടാമത്തെ കാര്യം ആസിഡാണോ ബേസാണോ എന്ന് തരംതിരിക്കാനുള്ള രണ്ടാമത്തെ കാര്യം ആക്ഷൻ ഓൺ ഇൻഡിക്കേറ്റർ. അതായത് ഇൻഡിക്കേറ്ററായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞിരുന്നു, ലിറ്റ്മസ് പേപ്പറോ അല്ലെങ്കിൽ ഫിനോഫ്തലീനോ അല്ലെങ്കിൽ മീഥൈൽ ഓറഞ്ചോ, ഈ 3 കാര്യങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇൻഡിക്കേറ്ററിൽ നമുക്ക് വ്യക്തമാക്കി തരുന്ന കാര്യം എന്താണോ അത് നോക്കിയിട്ട് എന്താക്കുക, ആസിഡാണോ ബേസാണോ എന്ന് തരംതിരിക്കാം. അപ്പോൾ ആക്ഷൻ ഓൺ ഇൻഡിക്കേറ്റർ ഒന്നാമത്തെ കാര്യം ലിറ്റ്മസ് പേപ്പർ. അപ്പോൾ ലിറ്റ്മസ് പേപ്പർ ബ്ലൂ ആണെങ്കിൽ റെഡ് ആവുന്നെങ്കിൽ എന്താക്കും, അത് ആസിഡാണ് നമ്മൾ തരംതിരിക്കേണ്ടി വരും. ഇനി ഫിനോഫ്തലീൻ ആണെങ്കിൽ നമ്മൾ ഉപയോഗിച്ച മീഡിയം ആസിഡാണോ ബേസാണോ തരംതിരിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിച്ച മീഡിയം ഫിനോഫ്തലീൻ ആണെങ്കിൽ അതുണ്ടാക്കും കളർലെസ്, അതായത് ഒരു 2 നിലക്കുള്ള കളർ ഉണ്ടാവില്ല, ബ്ലൂ ഉണ്ടാവില്ല റെഡും ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്, അത് രണ്ടും അല്ലാത്ത കോലത്തിലുള്ള ഒരു സാധനമാണ് എന്നർത്ഥം. അതേപോലെ തന്നെ മീഥൈൽ ഓറഞ്ച്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, മീഥൈൽ ഓറഞ്ചിലേക്ക് എന്തെങ്കിലും സാധനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ അത് റെഡാണ്, ആസിഡ് നമ്മൾ സൾഫ്യൂരിക് ആസിഡോ അല്ലെങ്കിൽ അതേപോലെ തന്നെ ഈ സാധനങ്ങൾ മീഥൈൽ ഓറഞ്ചിൽ എന്ന മീഡിയേറ്ററിലേക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് റെഡായിട്ട് അനുഭവപ്പെടുകയാണെങ്കിൽ എന്താക്കും, ആസിഡായിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, പറയേണ്ടി വരും ആസിഡാണ് എന്നുള്ളത്. ഇനി അടുത്തൊരു കാര്യം ആസിഡാണോ ബേസാണോ തരംതിരിക്കാനുള്ള വേറൊന്നാണ്, ഒന്ന് കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി കടത്തിവിടുക, അതായത് കറണ്ട് കടത്തിവിടുക. അതേപോലെ തന്നെ അതിൻ്റെ ഡിസോസിയേഷൻ വിത്ത് വാട്ടർ, അതായത് ആസിഡ് വാട്ടറുമായിട്ട് എന്താക്കുക, പരമാവധി ഡിസോൾവ് ചെയ്യുക. നമ്മൾ അന്ന് പറഞ്ഞിരുന്നതാണ് അക്യൂസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് ഈ ആസിഡും അതേപോലെ തന്നെ ബേസും വാട്ടറുമായിട്ട് നടക്കുമ്പോഴുണ്ടാകുന്ന ആ പ്രവർത്തനത്തിൻ്റെ പേരാണത്. അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതൊരു ഫ്ലോ ഓഫ് ഇലക്ട്രോൺ ആണ്. നമ്മൾ ഇലക്ട്രോണിനെ കടത്തിവിടുന്ന ഒരു ഫ്ലോ, ആ ഒരു ഒഴുക്കിനാണ് എന്ത് പറയുക, ഇലക്ട്രിസിറ്റി എന്ന് പറയുക. അപ്പോൾ ഇലക്ട്രോൺ ഒഴുകണമെങ്കിൽ, ഇലക്ട്രോൺ നന്നായിട്ട് സഞ്ചരിക്കണമെങ്കിൽ എന്തിൻ്റെ ആവശ്യമുണ്ട്, അയൺസിൻ്റെ
ഫ്രീ ആയിട്ടുള്ള അയൺസിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഉണങ്ങിയ കൊമ്പുകളൊന്നും ഉണ്ടാവുകയില്ല, ഈ അയൺസിന് രൂപാന്തരം കൊടുക്കാനോ ഇല്ല അയൺസിന് ജീവൻ നൽകാനോ കഴിയുകയില്ല. പക്ഷെ നനഞ്ഞ കൊമ്പുകൾക്ക് എന്തുണ്ട്, അയൺസിന് രൂപം കൊടുക്കാനുള്ള ഒരു ശക്തിയുണ്ട് എന്നർത്ഥം. അപ്പോൾ അയൺസിൻ്റെ മീഡിയേറ്ററിലാണ് ഈ ഇലക്ട്രോൺസ് ഒക്കെ ഉണ്ടാകുന്നത്, ഇതിൽ ഇലക്ട്രിസിറ്റിയെ കടത്തിവിടുന്നത് എന്നർത്ഥം. അപ്പോൾ ഉണങ്ങിയ മരക്കൊമ്പിൽ അയൺസിൻ്റെ ഒരു സാന്നിധ്യം പോലും നമുക്ക് അനുഭവപ്പെടുകയില്ല, പക്ഷെ നനഞ്ഞ മരക്കൊമ്പിലാണെങ്കിൽ അത് ഉണ്ടാകുമെന്നാണ് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തതെന്നർത്ഥം. അപ്പോൾ ആസിഡ് വാട്ടറുമായിട്ട്, അതായത് ആസിഡ് എന്ന് പറയുന്ന സാധനം, അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ഇലക്ട്രിസിറ്റി കടത്തി വിടണമെങ്കിൽ അയൺസ് മാത്രം ഉണ്ടായാൽ പോരാ. ആസിഡ് എന്ന് പറയുന്ന സാധനം വാട്ടറുമായിട്ട് ഡിങ്കോൾഫ് ചെയ്യുകയാണെങ്കിൽ, അതായത് കൂടിക്കലരുകയാണെങ്കിൽ അവിടെ എന്തുണ്ട്, H+, അതായത് ഹൈഡ്രജൻ അയൺസിനെ അവിടെ എന്താക്കുന്നു, രൂപം കൊടുക്കുന്നു. ആ ഒരു ഹൈഡ്രജൻ അയൺസ് ആണ് എന്താക്കുന്നത്, ഈ ഇലക്ട്രോണിനെ പിന്നെ നനഞ്ഞ കൊമ്പുകളിലൂടെ കടത്തി വിടുന്നതെന്ന് അർത്ഥം. അപ്പോൾ അത് നമുക്ക് എന്താക്കും, ചിലപ്പോൾ ചില സമയത്ത് നനഞ്ഞ ഇതൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്താക്കും, നമ്മുടെ ഷോക്ക് അടിക്കാനൊക്കെ സാധ്യതയുണ്ട് എന്നർത്ഥം. അപ്പോൾ ഈ ആസിഡ് പ്ലസ് വാട്ടർ, അതായത് ആസിഡും വാട്ടറുമായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ട്, ഹൈഡ്രജൻ അയൺസ്, അതായത് H+ അവിടെ പിന്നെ രൂപാന്തരപ്പെടുന്നു. ഇതാണ് ഇലക്ട്രിസിറ്റി ഇലക്ട്രോണിനെ ഫ്ലോ ചെയ്യാനുള്ള ഒരു ഘടകമായിട്ട് മാറുന്നതിനർത്ഥം. അതായത് ഈ ഒരു അക്യൂസ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു പ്രവർത്തനമാണ് ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാനുള്ള ഒരു കാരണം എന്നാണ് അർത്ഥം. അപ്പോൾ അങ്ങനെ ഇലക്ട്രിസിറ്റി കടത്തി പോകുന്നുണ്ടെങ്കിൽ, അതായത് ഇലക്ട്രിസിറ്റി അതിൽ കൂടെ പോകുന്നുണ്ട്, നമുക്ക് എന്ത് മനസ്സിലാക്കാം, അത് ആസിഡാണ് എന്തുണ്ടാക്കാം, നമുക്ക് മനസ്സിലാക്കാം എന്നർത്ഥം. ഓക്കെ. അതേപോലെ തന്നെ അപ്പോൾ ഈ ഒരു സംഭവം ശരിക്കും നമുക്ക് പ്രാക്ടിക്കബിൾ അല്ലെങ്കിൽ ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മുടെ വാട്ടറായിട്ടുള്ള, അതായത് ഇൻവേർട്ടർ, അതേപോലെ തന്നെ ബാറ്ററി, ഇതിലൊക്കെ എന്താണ് ഈ ഒരു സമ്പ്രദായമാണ്. അതായത് ഇതിലെ കൂടെയൊക്കെ ഇലക്ട്രിസിറ്റി കടത്തിവിടുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ആസിഡാണ്. ആസിഡ് എന്താണ്, ഡൈല്യൂട്ട് ചെയ്തു എന്തുമായിട്ട്, നമ്മുടെ വാട്ടറുമായിട്ട്. അപ്പോൾ അവിടെ H+ എന്ന് പറയുന്ന ഹൈഡ്രജൻ അയൺസിന് രൂപാന്തരം കൊടുത്തു. അതിലൂടെ ഇലക്ട്രോൺസിന് ഫ്ലോ ചെയ്യാനുള്ള ഒരു രീതി, ഒരു സിസ്റ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെന്ത് പറയും, അത് ആസിഡാണെന്ന് പറയും. അപ്പോൾ ആസിഡിക് വാട്ടറാണല്ലോ സാധാരണ ബാറ്ററി വെള്ളത്തിലൊക്കെ ഉപയോഗിക്കൽ. നമ്മുടെ ഇൻവെർട്ടറിലൊക്കെ നിങ്ങൾക്ക് ആലോചിച്ചാൽ തിരിയുന്നത് തന്നെയുള്ളൂ അർത്ഥം. അപ്പോൾ കണ്ടക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി, അപ്പോൾ അതിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, അതിലെന്തുണ്ട്, ആസിഡ് എന്ന് പറയുന്ന സാധനം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ ഇതിൻ്റെ ഒരു സയൻറ്റിഫിക് ഒരു വശമാണ്, സയൻറ്റിഫിക് നെയിമാണ് ഹൈഡ്രോനിയമസ് എന്ന് പറയുന്നത്, ഹൈഡ്രോനിയൂമിനസ് എന്നുള്ളത്. അപ്പോൾ ഈ ഹൈഡ്രോനിയമസ് എന്ന് പറഞ്ഞ സാധനം, അതായത് ഹൈഡ്രോനിയോമിനസ് എന്നുള്ള സാധനമാണ്, ഹൈഡ്രോനിയോമിനസ്. ഈ ഹൈഡ്രോനിയോമിനസ് എന്ന് പറയുന്ന സാധനം ഈ നമ്മുടെ ആസിഡ് വാട്ടറുമായിട്ട് കൂടിക്കലരുമല്ലോ. അപ്പോൾ അവിടെ എന്തുണ്ട്, H+ എന്ന് പറയുന്ന ഹൈഡ്രജൻ അയൺസ് നമുക്ക് രൂപം നൽകുന്നുണ്ട്. ഈ ഒരു ഹൈഡ്രജൻ അയൺസ്, അതായത് H+ഉം അതേപോലെ തന്നെ വാട്ടർ എന്ന് പറയുന്ന H2Oയും, അത് രണ്ടും കൂടെ കൂടിക്കലർന്നിട്ടാണ് ഈ ഹൈഡ്രോനിയോമിനസ് എന്ന് പറയുന്ന ഈ ഒരു ലായനി ഉണ്ടാകുന്നത് എന്നർത്ഥം. അതിന് H3O+ എന്നാണ് ഇതിനുണ്ടാക്കുക സയൻറ്റിഫിക്കായിട്ട്, അതായത് അതിനൊരു കെമിക്കൽ സ്ട്രക്ചറായിട്ട് സയൻറ്റിഫിക്കായിട്ട് പ്രൂവ് ചെയ്തത്. ഹൈഡ്രോനിയോമിനസ് എന്ന് പറയുന്ന ഹൈഡ്രോനിയോമിനസ് എന്നാണ് അതിൻ്റെ പേര്, ഹൈഡ്രോനിയോമിനസ്. അത് വായിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുള്ളതാണ് പിന്നെ പറയുന്നത് ഹൈഡ്രോനിയോമിനസ്. അതായത് നമ്മൾ ആസിഡും വാട്ടറുമായിട്ട് കൂടിക്കലർന്നപ്പോൾ നമുക്ക് എന്താക്കി, H+ എന്ന് പറയുന്ന ഒരു സാധനം, H+ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ അയൺസ് ആണ്. ഈ ഹൈഡ്രജൻ അയൺസിൻ്റെ ഒപ്പം തന്നെ എന്തുണ്ട്, പ്ലസ് ആയിട്ട് നമുക്ക് എന്ത് കിട്ടും, H2O എന്ന് പറയുന്ന വാട്ടറിലാണ് ഇപ്പോൾ ലിങ്ക് ചെയ്യപ്പെടുന്നത്. അപ്പോൾ H2Oയും അതേപോലെ തന്നെ ഹൈഡ്രജൻ അയൺസിൻ്റെ H+ഉം കൂടിക്കലർന്നിട്ടാണ് എന്ത് പറയുന്നത്, ഹൈഡ്രോനിയോമിനസ് എന്ന് പറയുന്ന ഈ ഒരു ലായനി അല്ലെങ്കിൽ ഈ ഒരു കെമിക്കൽ ഫോർമുല നമുക്ക് എന്താക്കുന്നത്, കിട്ടുന്ന അർത്ഥം. അതായത് H3O+ ആണ് എന്താക്കുന്നത്, അതിനെ സയൻറ്റിഫിക്കായിട്ട് അല്ലെങ്കിൽ സയൻറ്റിഫിക് വശത്തിലായിട്ട് ആളുകൾ എണ്ണാറുള്ളത് എന്നർത്ഥം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ആസിഡ് അതേപോലെ തന്നെ ബേസ്, ഇതിൽ തന്നെ സ്ട്രോങ് ആസിഡ് ഉണ്ടാകും, അതേപോലെ തന്നെ വീക്ക് ആസിഡ് ഉണ്ടാകും. എന്തിനാണ് ഈ സ്ട്രോങ് ആസിഡ് അതേപോലെ തന്നെ വീക്ക് ആസിഡ് എന്നൊക്കെ പറയാൻ കാരണം, ഈ സ്ട്രോങ് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണാർത്ഥത്തിൽ കംപ്ലീറ്റ്ലി ആയിട്ട് ഈ ഒരു ആസിഡ്, ഇപ്പോൾ സൾഫ്യൂരിക് ആസിഡ് ആവട്ടെ, അത് വാട്ടറുമായിട്ട് കംപ്ലീറ്റ്ലി ആയിട്ട് എന്താവുന്നുണ്ട്, ഡൈല്യൂട്ട് ചെയ്യുന്നുണ്ട്, അതായത് കലരുന്നുണ്ട് എന്നർത്ഥം. അതിനാണ് എന്താ പറയുക, അതിനാണ് സ്ട്രോങ് ആസിഡ് എന്ന് പറയുക. പക്ഷേ വീക്ക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം എന്താവുന്നില്ല, പാർഷ്യലി ആയിട്ടാണ്, അതൊരു ഭാഗികമായിട്ട് മാത്രമേ എന്താവുന്നുള്ളൂ, ഈ വെള്ളവുമായിട്ട് കൂടിക്കലരുന്നുള്ളൂ. അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്, വീക്ക് ആസിഡ് എന്ന് പറയുന്നത് അർത്ഥം. അപ്പോൾ ഈ ലെമൺ ഒക്കെ ഉള്ള ഈ സാധനം, ലെമണിലുള്ള ആസിഡ്, ന്യൂട്രിക് ആസിഡ്, അതെന്താണ്, സ്ട്രോങ് ആസിഡാണ്. അതൊക്കെ എന്താവുന്നുണ്ട്, വെള്ളവുമായിട്ട് കംപ്ലീറ്റ്ലി ആയിട്ട് എന്താവുന്നുണ്ട്, അത്
പിന്നെ കൂടിക്കലരുന്നുണ്ട് അർത്ഥം. അപ്പോൾ അതിലൊക്കെ H+ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി എന്താക്കുന്നുണ്ട്, അതിൽ പിന്നെ നമുക്ക് കാണാൻ കഴിയുന്ന അർത്ഥം. ലെമൺ വാട്ടറും അതേപോലെ തന്നെ ലെമണിലെ ആ നിട്രിക് ആസിഡും അതേപോലെ തന്നെ വാട്ടറുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ H+NO3 എന്ന് പറയുന്ന ഒരു തരത്തിലേക്കുള്ള ഒരു കെമിക്കൽ ഫോർമുലയിലേക്കാണ് എന്താകുക, ഇത് എത്തിക്കുക എന്നർത്ഥം. HNO3 എന്നുള്ള അതാണ്, അതായത് നിട്രിക് ആസിഡ് എന്നുള്ളത് HNO3 നിട്രിക് ആസിഡിൻ്റെ ഒരു കെമിക്കൽ ഫോർമുലയാണ് അത്. അപ്പോൾ ഈ H+NO3- അതായത് H+ എന്ന് പറയുന്നത് നമ്മൾ ആസിഡ് നിട്രിക് ആസിഡും വാട്ടറുമായിട്ട് ലിങ്ക് ചെയ്യുമ്പോൾ അവിടെ ഹൈഡ്രജൻ അയൺസിനെ പുറപ്പെടുവിക്കുന്നു, അതാണ് H+. NO3 എന്നുള്ള എന്താണ്, നിട്രിക് ആസിഡിൻ്റെ കെമിക്കൽ നെയിമാണ് എന്നർത്ഥം. ഇനി വീക്ക് ആസിഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഓർഗാനിക്, അതായത് വിഷം ഇല്ലാത്ത ഫ്രൂട്ട്സിലൊക്കെയുള്ള ഒരു പിന്നെ ആസിഡ്, അല്ലെ ഇനോർഗാനിക് ആയിട്ടുള്ള ഫ്രൂട്ട്സിലൊക്കെയുള്ള ഒരു ആസിഡിന് എന്ത് പറയുക, വീക്കായിട്ടുള്ള ആസിഡ് എന്നാണ് അതിനെന്താക്കുക. അതിലൊക്കെ സാധാരണഗതിയിൽ, അതായത് അൺറിപ്പഡ് ആയിട്ടുള്ള ഫ്രൂട്ട്സിലൊക്കെ, അതായത് പഴുത്ത് പാകമാവാത്ത ഫ്രൂട്ട്സിലൊക്കെ ഒരു പുളിപ്പുണ്ടാകും, അതിലൊക്കെ എന്താണ്, വീക്ക് ആസിഡാണ് ഉള്ളത് എന്നാണ് സാധാരണഗതിയിൽ ആൾക്കാർ പറയാറുള്ളത് എന്നർത്ഥം. അപ്പോൾ നമുക്ക് വീക്ക് ആസിഡാണോ അതേപോലെ തന്നെ പിന്നെ അല്ലെങ്കിൽ സ്ട്രോങ് ആസിഡാണ്. ഇപ്പോൾ നമ്മൾ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന സാധനം, സൾഫ്യൂരിക് ആസിഡ് പിന്നെ നമ്മുടെ ദേഹത്തേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അത് നമ്മൾ എന്താക്കുന്നുണ്ട്, അത് സൾഫ്യൂരിക് ആസിഡ് വാട്ടറുമായിട്ട് പിന്നെ ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ H+, അതായത് ഹൈഡ്രജൻ അയൺസിനെ പുറപ്പെടുവിക്കുന്നതിന് അർത്ഥം. അപ്പോൾ കുറച്ച് ഈ സ്ട്രോങ് ആസിഡായിട്ടുള്ള ഈ സൾഫ്യൂരിക് ആസിഡ് നമ്മുടെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ നമ്മുടെ ദേഹം മൊത്തം എന്താകും, കരിഞ്ഞു പോകും, അല്ലെങ്കിൽ കത്തിപ്പോകുന്ന അർത്ഥം. അപ്പോൾ ഈ സൾഫ്യൂരിക് ആസിഡ് ശരിക്കും അവിടെ എന്താണ് പ്രവർത്തിപ്പിക്കുന്നത്, അതിൻ്റെ ഹൈഡ്രജൻ അയൺസിനെ കൊണ്ട് നമ്മുടെ ഈ പിന്നെ H2O, അതായത് നമ്മുടെ പിന്നെ ശരീരത്തിലുള്ള ഈ വാട്ടർ, ജലത്തിൻ്റെ ഒരു കണികകൾ എന്താക്കുന്നത് മൊത്തത്തിൽ വലിച്ചെടുക്കുന്നു. അങ്ങനെ അത് നമ്മുടെ ശരീരത്തെ ഡ്രൈ ആക്കുന്നു. അങ്ങനെ നമ്മുടെ ശരീരം എന്താകുന്നു, വറ്റിപ്പോകുന്നു, അതായത് കരിഞ്ഞു പോകുന്നു എന്നർത്ഥം. അപ്പോൾ അവിടെ ശരിക്കും പ്രവർത്തിക്കുന്ന സൾഫ്യൂരിക് ആസിഡ് എന്താക്കുന്നു, ആ ഒരു ആസിഡിൻ്റെ ഒരു മേധാവിത്വം ഈ ഒരു പിന്നെ ജലകണികൾ ഉണ്ടായിട്ട് എന്താക്കുന്നു, അത് മാറ്റുന്നു എന്നർത്ഥം. അപ്പോൾ അവിടെ അതാണ് ശരിക്കും എന്ത്. അപ്പോൾ സ്ട്രോങ് ആസിഡായിട്ടുള്ള ഈ സൾഫ്യൂരിക് ആസിഡ് നമ്മുടെ ദേഹത്തേക്ക് പ്രവർത്തിച്ചപ്പോൾ, ദേഹത്തേക്ക് വീണപ്പോൾ നമുക്ക് എന്തായി, നമ്മുടെ ദേഹത്തിലുള്ള എല്ലാ പിന്നെ ജലത്തിൻ്റെ കണികളും എന്താക്കി, അത് വറ്റിച്ചു, നമ്മളെ കരിച്ച് കളഞ്ഞു എന്നർത്ഥം. അപ്പോൾ സ്ട്രോങ് ആസിഡിൻ്റെ ഒരു പ്രത്യേകതയാണ് അത് എന്നർത്ഥം. മനസ്സിലായോ? പക്ഷേ ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ആസിഡ് ആണെങ്കിൽ, സൾഫ്യൂരിക് ആസിഡ് തന്നെ നമ്മൾ കുറച്ച് വെള്ളവും ആയിട്ട് അല്ലെങ്കിൽ ഒരു ഡൈല്യൂട്ടഡ് ആയിട്ടുള്ള ആസിഡ് ആണെങ്കിൽ അത് നമ്മുടെ ദേഹത്ത് വീണ് കഴിഞ്ഞാൽ അവിടെ ശരിക്കും വീക്ക് ആസിഡായിട്ടാണ് പ്രവർത്തിക്കുക. അതെന്താകില്ല, അത്രത്തോളം പ്രവർത്തിച്ചോളണമെന്നില്ല, നമ്മുടെ ദേഹത്തെ കരിച്ച് കളയണമെന്നില്ല എന്നർത്ഥം. അപ്പോൾ ഇതാണ് ഈ വീക്ക് ആസിഡും അതേപോലെ തന്നെ പിന്നെ സ്ട്രോങ് ആസിഡും തമ്മിലുള്ള വ്യത്യാസം. ഇനിയാണെങ്കിൽ നമുക്ക് കുറച്ച് ഉദാഹരണങ്ങളാണ് പറയാം പിന്നെ നമ്മുടെ ഈ സ്ട്രോങ് ആസിഡിനുള്ള. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡ്, ഈ ആസിഡ് എന്ന് പറയുന്നത് നമ്മളെ ബാറ്ററി, അതേപോലെ തന്നെ സാധാരണഗതിയിൽ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡാണ് എന്ത്, ഹൈഡ്രോക്ലോറിക് ആസിഡ്. അതേപോലെ തന്നെ ഹൈഡ്രോബ്രോമിക് ആസിഡ്. ഹൈഡ്രോബ്രോമിക് ആസിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനോർഗാനിക് ഫ്രൂട്ട്സിലൊക്കെ, അതായത് വിഷമില്ലാത്ത അല്ലെങ്കിൽ വിഷമുള്ള പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ഫ്രൂട്ട്സിലൊക്കെ അൺറിപ്പഡ് ആയിട്ടുള്ള പിന്നെ പഴുത്ത് പാകമാവാത്ത ഫ്രൂട്ട്സിലൊക്കെ കാണുന്ന ഒരു എന്ത് പിന്നെ ആസിഡാണ് ഏത്, ഹൈഡ്രോബ്രോമിക് ആസിഡ് എന്ന് പറയുന്ന സാധനം. അതേപോലെ തന്നെ ഹൈഡ്രോ അയോഡിക് ആസിഡ്, അതേപോലെ തന്നെ പെർക്ലോറിക് ആസിഡ്, ക്ലോറിക് ആസിഡ്, ഇതൊക്കെ നമ്മൾ സാധാരണഗതിയിൽ കത്തിക്കാൻ മറ്റേതിന് മറിച്ചതിനൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് എന്നർത്ഥം. വളത്തിനൊക്കെ ഉപയോഗിക്കുന്ന ആസിഡാണ് സൾഫ്യൂരിക് ആസിഡ്. പിന്നെ സാധാരണഗതിയിൽ കേട്ടോ പിന്നെ ഇപ്പോഴത്തെ കാലങ്ങളിലൊക്കെ നമ്മുടെ പിന്നെ കീടനാശിനികൾ, അതേപോലെ തന്നെ സാധനങ്ങളെ ചെറിയ ചെറിയ ബാക്ടീരിയ സാധനങ്ങൾ, ഫംഗസ്, ഇതിനൊക്കെ കൊല്ലാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഗണത്തിലേക്ക് വരെ സൾഫ്യൂരിക് ആസിഡ് എന്താക്കുന്നുണ്ട്, ആളുകൾ എത്തിക്കുന്നു നോക്കാം. അപ്പോൾ സൾഫ്യൂരിക് ആസിഡിനെ കുറച്ച് പോലും നമ്മളെ മേത്തേക്ക് കഴിഞ്ഞാൽ നമ്മളെ മേത്ത് മൊത്തം എന്താകും, കത്തിക്കരിയും. കാരണം എന്താണ്, അത് സ്ട്രോങ് ആസിഡാണ് എന്നർത്ഥം. അതേപോലെ തന്നെ നിട്രിക് ആസിഡ്, നമ്മളെ ലെമണിലൊക്കെ ഉള്ള ആസിഡാണ് നിട്രിക് ആസിഡ്. പിന്നെ വീക്ക് ആസിഡിനുള്ള ഉദാഹരണമാണ് എത്തനോയിക് ആസിഡ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്തനോയിക് ആസിഡ്, ഹൈഡ്രോ പിന്നെ സീനിക് ആസിഡ്. എത്തനോയിക് ആസിഡൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു തമരീന്ത് എന്ന് പറയുന്ന സാധനത്തിൽ. അപ്പോൾ നേരത്തെ പറഞ്ഞ ചർച്ച കഴിഞ്ഞു പോയ ഉദാഹരണങ്ങളാണ് അതൊക്കെ. ഇനി ഇപ്പോൾ റിയാക്ഷൻ, അത് ആസിഡ് വിത്ത് മെറ്റലുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉദാഹരണം പിന്നെ നോക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ പിന്നെ ഇപ്പോൾ ക്ലാസ് മുറി അല്ലാത്തത് കൊണ്ടാണ്, ഓഫ്ലൈൻ ആയതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പിന്നെ പരീക്ഷണം നടത്താനുള്ളൊരു സമയമൊന്നുമില്ല. അപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഞാനൊരു ഐഡിയ നിങ്ങൾക്ക് പറഞ്ഞുതരാം. കുറച്ച് സൾഫ്യൂരിക് ആസിഡ് എടുക്കുക, അതിലേക്ക് കുറച്ച് സിങ്ക് ഇടുക. അപ്പോൾ സിങ്ക് ഇട്ട് കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡിലേക്ക്, ഇപ്പോൾ ആസിഡ് എന്ന് പറയുന്ന സാധനം, അതിലേക്ക് മെറ്റലായ സിങ്ക് ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഹൈഡ്രജൻ ഗ്യാസ്
ഗ്യാസിന് എന്താക്കുന്നുണ്ട്, അത് ഈ ഒരു പിന്നെ ഡയലൂട്ടിലൂടെ എന്താക്കുന്നുണ്ട്, അവിടെ പുറപ്പെടുവിക്കുന്നുണ്ട് അർത്ഥം. അപ്പോൾ നമ്മൾ പിന്നെ ഒന്ന് കത്തിച്ചിട്ട്, അതായത് ഒരു ബീക്കറിൽ കുറച്ച് സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് സിങ്ക് ഇടുക. ആ സിങ്ക് ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് ബബിൾസ് ഇങ്ങനെ പൊന്താൻ തുടങ്ങും. ആ ബബിൾസ് പൊന്തുന്ന സമയത്ത് മേലെ കുറച്ച് തീ കത്തിച്ചിട്ട് മേലെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ പൊട്ടാൻ തുടങ്ങുന്ന അർത്ഥം. അപ്പോൾ ആ പൊട്ടുന്ന ആ കുമിളുകൾക്കാണ് എന്താ പറയുക, ഹൈഡ്രജൻ ഗ്യാസ് എന്ന് പറയുക. അപ്പോൾ ഈ ഹൈഡ്രജൻ ഗ്യാസ് ഉണ്ടാകാനുള്ള കാരണം എന്താണ്, ഈ സൾഫ്യൂരിക് ആസിഡ് എന്ന് പറയുന്ന സാധനം മെറ്റലുമായിട്ട് കൂടി കടന്നപ്പോഴാണ് അവിടെ എന്തായത്, ഹൈഡ്രജൻ ഗ്യാസിനെ അത് പിന്നെ എവോൾവ്ഡ് ചെയ്തതെന്നർത്ഥം. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മളെ ഈ ആസിഡ് എന്ന് പറയുന്ന സാധനം മെറ്റൽ കാർബോണേറ്റുമായിട്ട് പിന്നെ ലിങ്ക് ചെയ്യുകയാണെങ്കിൽ, അതായത് ഡൈല്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ സോഡിയം കാർബോണേറ്റ് അതേപോലെ തന്നെ ലൈം വാട്ടർ, അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും അതേപോലെ തന്നെ ലൈം വാട്ടറും, ഇത് രണ്ടും കൂടി കലർത്തി കഴിഞ്ഞാൽ അവിടെ ലൈം വാട്ടർ എന്ന് പറയുന്ന ഒരു ആസിഡിനെ എന്താക്കുന്നുണ്ട്, ഹൈഡ്രോക്ലോറിക് ആസിഡ്, അല്ലെങ്കിൽ ലൈം വാട്ടറും എന്താണ്, ഒരു ആസിഡാണ് അല്ലേ. ലൈം വാട്ടർ എന്ന് പറയുന്ന ലൈമിലുള്ള അതിൽ ശരിക്കും എന്തുണ്ട്, നിട്രിക് ആസിഡ് ഉണ്ട്. അപ്പോൾ ഈ സാധനവും അതേപോലെ തന്നെ സോഡിയം ക്ലോറൈഡ് അല്ലെങ്കിൽ സോഡിയം കാർബോണേറ്റുമായിട്ടാണല്ലോ ഈ ഒരു ആസിഡ് കൂടിക്കടന്നത്, അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും അതേപോലെ തന്നെ സോഡിയം കാർബോണേറ്റും അല്ലെങ്കിൽ ഹൈഡ്രോക്ലോറിക് ആസിഡും അതേപോലെ തന്നെ നമ്മുടെ ഏതും പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡും സോഡിയം കാർബോണേറ്റും അല്ലെങ്കിൽ ലൈം വാട്ടറും സോഡിയം കാർബോണേറ്റും, ഇത് രണ്ടും പരസ്പരം, അതായത് രണ്ട് നിലക്കുള്ള ഒരു റിയാക്ഷനാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ പരസ്പരം അത് ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ യഥാർത്ഥത്തിൽ പിന്നെ ലൈം വാട്ടർ എന്ന് പറയുന്ന ഒരു ആസിഡിറ്റി എന്താവുന്നുണ്ട്, അതൊരു മിൽക്കിയിലേക്ക് എത്തുന്നുണ്ട്, അതായത് തെളിഞ്ഞ തരത്തിലേക്കുള്ള വെള്ളം ആയിട്ട് മാറുന്നുണ്ട് എന്നർത്ഥം. അല്ലെങ്കിൽ അതൊന്നും കൂടി ഒരു ക്ലിയർ ആയിട്ട് നമുക്ക് എന്താക്കും, ഒരു ക്ലിയർ വാട്ടർ ആയിട്ട് നമുക്ക് കിട്ടുന്ന അർത്ഥം. അതിൻ്റെ അർത്ഥം എന്തെന്ന് വെച്ചാൽ ഇവിടെ പിന്നെ അതായത് മെറ്റൽ കാർബോണേറ്റുമായിട്ടാണ് ഉണ്ടാകുന്നത് ഇവിടെ ഒരു ആസിഡ് പിന്നെ ലിങ്ക് ചെയ്ത് നടത്താം. അപ്പോൾ മെറ്റലുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സാധാരണഗതിയിൽ ആസിഡും അല്ല ബേസും അല്ലാത്ത കോളത്തിലേക്ക് എത്തുന്ന, അതായത് ഒരു സാൾട്ട്, നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയം തന്നെയാണ് സാൾട്ട് എന്ന് പറയുന്ന സാധനം. അപ്പോൾ സാൾട്ട് എന്താണ്, അതിൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിക്കും. അതായത് ആസിഡും അല്ല ബേസും അല്ല, അതായത് H+ അല്ല OH- അല്ലാത്ത ഒരു പിന്നെ ദ്രാവകത്തെ നമുക്ക് എന്താക്കുന്നു, പുറത്തേക്ക് തരുന്ന സാധനമാണെന്ന് അർത്ഥം. അപ്പോൾ മെറ്റൽ കാർബോണേറ്റുമായിട്ട് ഈ ഒരു സോഡിയം ക്ലോറൈഡോ അല്ലെങ്കിൽ സോഡിയം കാർബോണേറ്റോ പിന്നെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഹൈഡ്രോക്ലോറിക് ആസിഡോ ഒക്കെ കൂടിക്കടന്നു കഴിഞ്ഞാൽ അവിടെ എന്താക്കുന്നുണ്ട്, നമ്മുടെ ഈ ലൈം വാട്ടറിനെ അവരുണ്ടാക്കുന്നുണ്ട് കുറച്ചും കൂടി വ്യക്തതയുള്ള ഒരു വാട്ടറായിട്ട് മാറ്റുന്നുണ്ട് അർത്ഥം. അത് പ്രത്യേകിച്ച് H+ അല്ലെങ്കിൽ OH- അല്ല എന്നർത്ഥം. ഹൈഡ്രജൻ അയൺസോ അല്ലെങ്കിൽ OH- ആയിട്ടുള്ള അയൺസോ അല്ല എന്നർത്ഥം. രണ്ടും അല്ലാത്ത ഒരു സാൾട്ടായിട്ട് അതിനെ നമുക്ക് എന്താക്കും, മാറ്റി കഴിയുമെന്നർത്ഥം. അതാണിപ്പോൾ നമ്മുടെ മെറ്റൽ, അതായത് ആസിഡ് മെറ്റൽ കാർബോണേറ്റുമായിട്ട് ലിങ്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഡൈല്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് അത് എന്നർത്ഥം. അതേപോലെ തന്നെ ആസിഡ് മെറ്റൽ ഓക്സൈഡുമായിട്ട്, അപ്പോൾ നമ്മൾ മെറ്റൽ കാർബോണേറ്റുമായിട്ടുള്ള ഒരു ഡൈല്യൂട്ടാണ് പറഞ്ഞത്. ഇനി മെറ്റൽ ഓക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അപ്പോൾ അതിന് ഉദാഹരണം നമ്മൾ നോക്കുകയാണെങ്കിൽ, നമുക്കിപ്പോൾ ഇവിടെ ഓഫ്ലൈൻ ആയതുകൊണ്ട് നമുക്ക് എന്താക്കാൻ പറ്റുള്ളൂ, ഉദാഹരണം ചെയ്തിട്ടേ പറയാൻ പറ്റുള്ളൂ എന്നർത്ഥം. അപ്പോൾ കുറച്ച് ബ്ലാക്ക് കോപ്പർ എന്താക്കുക, നമ്മൾ കുറച്ച് എടുക്കുക. അതേപോലെ തന്നെ ഒരു 10 ml ഒരു ഹൈഡ്രോക്ലോറിക് ആസിഡും, അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും അതേപോലെ തന്നെ മെറ്റൽ ഓക്സൈഡായിട്ട് നമ്മൾ ഇവിടെ എന്താക്കുന്നു, ബ്ലാക്ക് കോപ്പർ എടുക്കുന്നു. അപ്പോൾ ഈ ബ്ലാക്ക് കോപ്പർ കുറച്ച് നമ്മുടെ ബീക്കറിലോ അല്ലെങ്കിൽ നമ്മുടെ ടെസ്റ്റ് ട്യൂബിലോ കുറച്ച് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് എന്താക്കും, നമ്മൾ 10 ml ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിക്കുന്നു. അപ്പോൾ അവിടെ ഉണ്ടാകുന്നൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബ്ലാക്ക് കോപ്പർ എന്നുള്ളത് കളർലെസ്സായി മാറുന്നു. അതായത് അതിന് പ്രത്യേകിച്ച് ഒരു കളറില്ല, പക്ഷേ ഒരു ബ്ലൂവും അതേപോലെ തന്നെ ഗ്രീനും, അതായത് ബ്ലൂവും പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ഗ്രീനും, അതായത് ബ്ലൂയിഷ് ഗ്രീൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ബ്ലൂവും ഗ്രീനുമായിട്ടുള്ള ഒരു വെള്ളത്തിലേക്ക് എന്താവുന്നു, ഈ ഒരു സാധനത്തെ മാറ്റിയെടുക്കുന്നു എന്നർത്ഥം. അപ്പോൾ അവിടെ വീണ്ടും എന്താണ്, മെറ്റൽ ഓക്സൈഡ് ആയിട്ടാണ് എന്താവുന്നത്. മെറ്റൽ എന്ന് പറയുന്ന സാധനത്തിനോട് ആസിഡ് എപ്പോഴൊക്കെ ഡൈല്യൂട്ട് ചെയ്യുന്നു അവിടെയൊക്കെ എന്താണ്, സാൾട്ട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സാൾട്ടായിട്ടാണ് അവിടെ ശരിക്കും ഉണ്ടാവുന്നത്, മാറുന്നത് എന്നർത്ഥം. അതായത് ആസിഡും അല്ല ബേസും അല്ല, അതിന് നടുവിലുള്ള, അതായത് H+ അല്ല OH- അല്ലാത്ത കോളത്തിലുള്ള അതിന് നടുവിലുള്ള ഒരു ന്യൂട്രലൈസേഷൻ ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കളർ കറക്റ്റായിട്ട് ബ്ലൂ അല്ല എന്നാൽ കറക്റ്റായിട്ട് ഗ്രീനും അല്ല, അത് ബ്ലൂയിഷ് ഗ്രീൻ എന്നുള്ള ഒരു വാട്ടറിലേക്ക് എന്താകുന്നത്, ഇത് എത്തിക്കുന്നത് എന്നർത്ഥം. അതേപോലെ തന്നെ മഗ്നീഷ്യം ഓക്സൈഡ് അതേപോലെ തന്നെ കാൽഷ്യം ഓക്സൈഡ്, ഇതൊക്കെ എന്താണ്, ഓരോരോ മെറ്റൽ ഓക്സൈഡിൻ്റെ ഓരോ ഉദാഹരണങ്ങളാണ് അർത്ഥം. മഗ്നീഷ്യം ഓക്സൈഡും കാൽഷ്യം ഓക്സൈഡും ഇതൊക്കെ ബ്ലാക്ക് കോപ്പർ ഇത് പിന്നെ ആസിഡുമായിട്ട് കലരുകയാണെങ്കിൽ ഈ ഒരു സാൾട്ട് വാട്ടർ എന്നുള്ള കോളത്തിലേക്ക് എത്തുകയുള്ളൂ എന്നർത്ഥം. അതായത് പ്രത്യേകതരം ഒരു ആസിഡ് എന്ന് പറയാൻ പറ്റില്ല അല്ലെങ്കിൽ ഒരു ബേസ് എന്ന് പറയാൻ പറ്റില്ല, രണ്ടിൻ്റെയും നടുവിലായിട്ടുള്ള ന്യൂട്രൽ ആയിട്ടുള്ള ഒരു സംഗതിയാണ് നമുക്ക് എന്ത് വേണ്ടി വരും, പറയേണ്ടി വരും എന്നർത്ഥം. അപ്പോൾ ന്യൂട്രലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പിന്നെ നമുക്കിപ്പോൾ ഒരു ഒറ്റയടിക്ക് നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സാൾട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു ആസിഡും അതേപോലെ തന്നെ ഒരു ബേസും, അപ്പോൾ നേരത്തെ പറഞ്ഞതിൽ ശരിക്കും ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്ന സംഭവം വരുന്നില്ല.
അതിൽ പിന്നെ ഒരു സാൾട്ട് എന്ന കോളത്തിലേക്ക് എത്തുന്നേ ഉള്ളൂ. അതായത് നമുക്ക് ഇപ്പോൾ പ്രത്യേക തരത്തിൽ ഒരു ആസിഡ് എന്നോ അല്ല ബേസ് എന്ന് പറയാൻ പറ്റാത്ത കോളത്തിലുള്ളൊരു വെള്ളമായിരിക്കും ഉണ്ടാവുക നമുക്ക് ലൈം വാട്ടറിനെ കിട്ടുക എന്നർത്ഥം. പക്ഷേ ന്യൂട്രലൈസേഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആസിഡും ബേസും തമ്മിൽ എന്താക്കുകയാണ്, പിന്നെ കൂടിക്കലരുകയാണ്, ഡയലൂട്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ആസിഡിൻ്റെ ഒരു ബേസിക് പ്രോപ്പർട്ടീസുകളും അതേപോലെ തന്നെ ബേസിൻ്റെ പിന്നെ ബേസിക് പ്രോപ്പർട്ടീസുകളും അവിടെ എന്താവുന്നു, ഡിസപ്പിയർ ആവുന്നു, അതായത് പ്രവർത്തനരഹിതമാവുന്നു എന്നർത്ഥം. അങ്ങനെ ഒരു പ്രത്യേകതരം ആസിഡോ അല്ലെങ്കിൽ ബേസോ അവിടെ പ്രവർത്തിക്കാതെ നിൽക്കുമ്പോൾ ഇത് ന്യൂട്രലായിട്ടാണ് കിടക്കുക. അതായത് ബ്ലൂ ഇല്ല, അതേപോലെ തന്നെ റെഡും ഇല്ല. അപ്പോൾ അതിൻ്റെ നടുവിലുള്ള നമ്മൾ pH വാല്യൂ നമ്മൾ പഠിക്കാൻ പോകുന്ന വിഷയമാണ്, pH വാല്യൂ എന്നുള്ള സംഗതിയുണ്ട്. അപ്പോൾ pHൽ ഇത് ന്യൂട്രലായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അതായത് പിങ്ക് നിറത്തിൻ്റെ ആ ഒരു കോളത്തിലേക്കാണ് എത്തുക എന്നർത്ഥം. അപ്പോൾ ന്യൂട്രലിനൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ എന്താക്കും പഠിക്കുന്ന അർത്ഥം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇവിടെ ഹൈഡ്രോക്ലോറിക് ആസിഡ് അതേപോലെ തന്നെ സോഡിയം ക്ലോറൈഡ്, അപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന കോളത്തിലേക്കാണ് എന്താക്കുക അത് എത്തിക്കുക എന്നർത്ഥം. അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡും അതേപോലെ തന്നെ സോഡിയം ക്ലോറൈഡ് പിന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡ് അതൊരു ആസിഡാണ്. സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ബേസാണ്. അപ്പോൾ ഹൈഡ്രോക്ലോറിക് ആസിഡും അതേപോലെ തന്നെ സോഡിയം ക്ലോറൈഡും കൂടി കടന്നു കഴിഞ്ഞാൽ അവിടെ എന്താക്കുകയാണ്, ഒരു സോഡിയം ഹൈഡ്രോക്സൈഡ് എന്ന് പറയുന്ന ഒരു സാൾട്ടിലേക്കാണ്, അതായത് വാട്ടർ പ്ലസ് സോഡിയം ഹൈഡ്രോക്സൈഡ്, അതായത് സാൾട്ട് പ്ലസ് വാട്ടർ എന്നൊരു കോളത്തിലേക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ന്യൂട്രലാണെങ്കിൽ അവിടെ പ്രത്യേകതരം ഒരു ആസിഡും ഉണ്ടാവില്ല, ഒരു ബേസും ഉണ്ടാവില്ല. പക്ഷേ ഒരു സാൾട്ട് വാട്ടർ എന്നുള്ള കോളത്തിലേക്കാണ് ഉണ്ടാകുക അത് എത്തുക എന്നർത്ഥം. നമുക്ക് ആസിഡ് എന്ന് പറയാൻ പറ്റില്ല, ബേസ് എന്ന് പറയാൻ പറ്റില്ല എന്നർത്ഥം ആ ഒരു കോളത്തിൽ. അപ്പോൾ അതിൻ്റെ ഒരു കളർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിങ്ക് ആയിരിക്കും, പിങ്ക് കളറായിരിക്കും. നമ്മളിപ്പോൾ ആസിഡ് ആണെങ്കിൽ റെഡും അതേപോലെ തന്നെ ബേസ് ആണെങ്കിൽ നമ്മളെന്താ പറഞ്ഞിരുന്നത്, ബ്ലൂവും എന്നുള്ള കോളത്തിലാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പക്ഷേ ഈ ന്യൂട്രലായിരിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഇതിൻ്റെ കളർ എന്തായിരിക്കും, ഇതിൻ്റെ കളർ പിന്നെ പിങ്ക് കളറായിരിക്കും എന്നർത്ഥം. അപ്പോൾ നമുക്ക് പിന്നെ ഇന്നത്തെ ഒരു ക്ലാസ്സിൽ ഈ ഒരു വിഷയം മാത്രം നമ്മൾ എന്താകുന്നുള്ളൂ ചർച്ച ചെയ്യുന്നുള്ളൂ. ഒരുപാട് ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഉദാഹരണങ്ങളൊക്കെ ചെയ്തിട്ട് ഒന്നും കൂടി പിന്നെ സെറ്റാക്കണമെന്നായിരുന്നു വിചാരിച്ചിരുന്നു. പക്ഷേ എന്താക്കാൻ കഴിഞ്ഞില്ല, അതിനുള്ള സാമഗ്രികളോ സാധനങ്ങളോ എന്താവില്ല ഈ കോളേജിൽ ലഭ്യമല്ലാത്തതുകൊണ്ട് എന്താക്കുന്നത് ഉദാഹരണങ്ങൾ പറഞ്ഞിട്ട്, അതായത് പേര് പറഞ്ഞിട്ട് മാത്രം എന്താക്കിയത് ഇത് നിങ്ങൾ അതിലേക്ക് മാത്രം ഒതുക്കുകയാണ് എന്നർത്ഥം. അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ എന്ത് ചെയ്യാം, ബേസിൻ്റെ പ്രോപ്പർട്ടീസും pH വാല്യൂയും അതേപോലെ തന്നെ സാൾട്ടിനെ എന്താക്കാം വളരെ വിശദമായിട്ട് ചർച്ച ചെയ്യാം. എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ട് എന്താക്കുക, പേഴ്സണലായിട്ട് ഓൺലൈനിൽ വരിക, സംശയങ്ങളൊക്കെ തീർക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.